ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ദുബൈയിലാണ്. മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. കണ്ടാലും ഒരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ബീഫിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ, ബീഫ് കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും, ബീഫ് എന്നല്ല ഏത് ഫുഡും ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. നമ്മൾ ആരെയും നിർബന്ധിച്ച് കഴിക്കാനോ കഴിപ്പിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബീഫ് എന്നൊക്കെ പറയുന്ന സാധനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായി, എത്രയോ നൂറ്റാണ്ടുകളായി. അന്നോട്ടേ ഈ പറയുന്ന ഇതിനെയൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും, ബീഫും അതൊക്കെ. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഈ പാർട്ടി ഒന്നും പറഞ്ഞുകൊണ്ട് അത് ആൾക്കാരുടെ ഓരോ അതായത് ഈ പശുവിന് മാത്രം എന്താണ് പ്രത്യേകത, എനിക്ക് അറിവിടത്തോണ്ട് വയ്ക്കുകയാണ്. പശുവിന് മാത്രം എന്താണ് പ്രത്യേകത? പശുവിന് മാത്രമായിട്ട് എന്താണ് പ്രത്യേകത? കൊല്ലുന്നില്ലേ, ഒന്നിനെയും കൊല്ലരുത്. പശുവിനെ മാത്രമായിട്ട് വല്ല പ്രത്യേകത ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം കഴിക്കണം. കോഴി, താറാവ്, ആട്, പശു, പോത്ത്, ബീഫ് എല്ലാം കഴിക്കണം. കഴിക്കുന്നില്ലെങ്കിൽ ഒന്നും കഴിക്കരുത്. അതാണ് പറയാനുള്ളത്. പിന്നെ ചില ഫുഡ്, ഒരു കാര്യം, ഈ ബീഫ് കഴിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, മനസ്സിലായില്ലേ? വല്ലപ്പോഴും ഒരു ആഗ്രഹത്തിന് കഴിക്കാമെന്നേ ഉള്ളൂ. അത് ശരീരത്തിനും ഒരുപാട് അസുഖങ്ങളുണ്ടാകുന്നൊരു സാധനമാണ്. ബീഫ് എന്നല്ല, നോൺ വെജ് തന്നെ അധികം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിക്കുന്നവർ കഴിക്കട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു വിഷയമേ ആവാൻ പാടില്ല. നമ്മളെന്ത് കഴിക്കുന്നു കഴിക്കത്തില്ല, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം, അവകാശമാണ്. അതൊന്നും ആർക്കും എതിർക്കാനൊന്നും പറ്റത്തില്ല. പ്രധാനമായിട്ടും നമ്മളൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാകണം, ലക്ഷ്യത്തിലേക്ക് പോകണം. ബീഫ് കഴിക്കുന്നതാവരുത് ലക്ഷ്യം. നമ്മളെല്ലാത്തരം ഫുഡും കഴിക്കണം. പൊറോട്ട, ബീഫുമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഭക്ഷണം എന്നൊക്കെ ചില തമാശയ്ക്ക് പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫുഡും കഴിക്കണം, എല്ലാത്തരം ഫുഡും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവിന് തന്നെ എല്ലാ രുചിയും മനസ്സിലാക്കാനുള്ള ഒരു സെൻസിങ്ങും അതിൻ്റെ ആ ഒരു സെൻസറിങ് പവറുണ്ട് നാക്കിന്. അപ്പോൾ അതിന് ഇമ്പ്രൂവ് ആകത്തുള്ളൂ, അത് കുറച്ചുകൂടെ ഗ്രോത്ത് ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് നമ്മളെല്ലാത്തരം ഫുഡും കഴിക്കണം. ചൈനീസ് ആണെങ്കിലും ജാപ്പനീസ് ആണെങ്കിലും വല്ലപ്പോഴും കഴിക്കണം, ഒന്നും കഴിക്കണമെന്നല്ല. അത് ബീഫ് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. Okay.